സഹപ്രവർത്തകർ ചേർന്ന് വ്യാജ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 1999 നവംബർ 15 കോഴിക്കോട് കനറ ബാങ്കിന്റെ സർക്കിൾ ഓഫീസിൽ നിന്നും ജോലി ചെയ്യവേ സസ്പെൻഡ് ചെയ്ത് പിരിച്ചുവിട്ട താഴെച്ചൊവ്വ കീഴ്ത്തള്ളിയിലെ MC പ്രിയംവദയെ മുൻകാല പ്രാബല്യത്തോടെ തിരിച്ചെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതായി അവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മംഗലാപുരം ബ്രാഞ്ചിൽ ജോലി ചെയ്യവേ ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ 2 കമ്പനികൾക്കായി വായ്പ കൊടുത്ത വകയിൽ 14 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി റിപ്പോർട്ട് നൽകിയ വിരോധത്തിലാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നടപടി ഉണ്ടായത്. തുടർന്ന് കോടതിയിൽ നേരിട്ടാണ് കേസ് നടത്തിയത്. സസ്പെൻഡ് കാലം മുതലുള്ള കുടിശ്ശിക 50% ശമ്പളത്തോടെ തിരിച്ചെടുക്കാനാണ് ഹൈക്കോടതി ജസ്റ്റിസ് ഈശ്വരൻ S ഉത്തരവായതെന്നും തനിക്കെതിരെയുണ്ടായ അച്ചടക്ക നടപടികൾ പിൻവലിക്കാൻ ഉത്തരവായതെന്നും പ്രിയംവദ പറഞ്ഞു. ഞാൻ കനറ ബാങ്കിൽ 1999 ജോയിൻ ചെയ്തു. കനറ ബാങ്കിൻ്റെ മംഗലാപുരം സർക്കിൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് 2 വൻകിട കമ്പനികൾക്ക് ബാങ്ക് കൊടുത്ത ഇടപാടിൽ ഒരു 14 കോടി രൂപയിലധികം ക്രമക്കേട് കണ്ടു. ക്രമക്കേട് ബാങ്കിലെ ഉന്നതാധികാരികളെ അറിയിച്ചപ്പോൾ കുറ്റം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്തത്. പലതരത്തിലുള്ള ദ്രോഹ നടപടികളും എനിക്കെതിരെ എടുത്തു. വെച്ചാൽ 2 പ്രാവശ്യം ലോ മാനേജറായിട്ട് പ്രൊമോഷൻ റിട്ടേൺ ടെസ്റ്റിൽ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായിട്ടെങ്കിലും എനിക്ക് പ്രൊമോഷൻ തരാതെയും എമർജൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ സിറ്റുവേഷനിൽ ലീവ് തരാതെ അങ്ങനെ പലതരത്തിൽ ദ്രോഹ നടപടികൾ തുടർന്നപ്പോഴും 10/3/2010 ഞാൻ ഈ ക്രമക്കേടിനെ കുറിച്ചിട്ട് CBI, CVC എന്നിവിടങ്ങളിൽ അറിയിച്ചു. എന്നാൽ CBI യാതൊരു നടപടിയും എടുത്തില്ല. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എൻ്റെ പരാതി ബാങ്കിന് തന്നെ അയച്ചു കൊടുത്തു. ബാങ്കിന് കിട്ടിയ ഉടനെ തന്നെ ഇനി ഇവരെ ഇങ്ങനെ ബാങ്കിൽ വെച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് തോന്നിയിട്ട് ഉടനെ തന്നെ എൻ്റെ സഹപ്രവർത്തകരായ 5 പേരെ കൊണ്ട് എനിക്കെതിരെ പരാതി കൊടുപ്പിച്ചു. എൻ്റെ മേലുള്ള ചാർജ് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ സീനിയർ മാനേജറായിരുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളെ, ഞാനിവിടെ പറയുന്നില്ല, ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളെ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അയാൾ തോട്ടിയാണെന്നും സ്ത്രീ വിഷയക്കാരനാണെന്നും ഞാൻ പറഞ്ഞു എന്നും മറ്റ് 2 മേലുദ്യോഗസ്ഥർ, ഒരു സ്ത്രീയും പുരുഷനും, അവർ തമ്മിൽ അവിഹിത ബന്ധത്തിലാണ്, ആ സ്ത്രീ ഒരു ദുർനടത്തക്കാരിയാണെന്നും പറഞ്ഞിട്ടാണ് എനിക്കെതിരെ ചാർജ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ബാങ്കിൻ്റെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരെ ആജ്ഞാനുവർത്തിയായിട്ടുള്ള ഒരു മാനേജറെ എൻക്വയറി ഓഫീസറായിട്ട് നിയമിച്ച് എൻ്റെ മേൽ ചുമത്തിയ ഈ പരാതികളൊക്കെ, ചാർജുകളൊക്കെ തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് 31/1/2013 എന്നെ ഡിസ്മിസ് ചെയ്തു. ഡിസ്മിസ് വിച്ച് ഷാൾ ബി ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ ഫ്യൂച്ചർ എംപ്ലോയ്മെൻറ്റ്. ഇതിനെതിരെ ഞാൻ കേരള ഹൈക്കോടതിയിൽ ഒരു വക്കീൽ മുഖാന്തരം റിട്ട് ഹർജി ഫയലാക്കി. എന്നാൽ ആദ്യമായിട്ട്, അത് 5 വർഷത്തിന് ശേഷം ഈ എൻ്റെ കേസ് വിചാരണക്ക് വന്നപ്പോഴും വീക്ക് കേസ് എന്ന് പറഞ്ഞ് ആ വക്കീൽ എൻ്റെ വക്കാലത്ത് റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് വേറെ ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. 7 വർഷം വാദിക്കാതെ ഈ കേസ് നീട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ഈ പരാതി പറഞ്ഞപ്പോഴും അവരും റിലീസ് ചെയ്തു എൻ്റെ വക്കാലത്ത്. പിന്നെ ഞാൻ നേരിട്ട് ഹാജരായി എൻ്റെ കേസ് ഞാൻ സ്വയം വാദിക്കുകയും ഈ 22/6/2026 എനിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഈശ്വരൻ S വിധിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. കാർത്തികേയൻ AM, അനിത KK എന്നിവരും വാർത്താ സമ്മേളനത്തിൽ ഒപ്പമുണ്ടായിരുന്നു.